ഗായ്സ്, നമ്മളപ്പോൾ ഒരു ചെറിയ ട്രിപ്പ് പോവാണ്. ചിന്നുവിൻ്റെയും മിജോൻ്റെയും അപ്പാണ് നമ്മൾ പോണേ. അപ്പോൾ വിക്കിയും ഞാനും ജോബിയുണ്ട്. പിന്നെ നമ്മൾ ഹാർസിൻ്റെ അടുത്ത് കിഡ്ലംബുർഗ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. നമ്മൾ അവിടേക്കാണ് ട്രിപ്പ് പോണേ. പിന്നെ അതിൻ്റെ അടുത്ത് വേറൊരു സ്ഥലമുണ്ട്, ഒരു W വെച്ചിട്ടുള്ള സ്ഥലത്തിൻ്റെ പേര് മറന്നു, ഇന്നലെയൊക്കെ നോക്കിയതാണ്. പിന്നെ അവിടെ ഒരു ടൈറ്റൻ RT എന്ന് പറഞ്ഞിട്ട് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീക്കെൻഡിൽ ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്. മോർണിംഗ് ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു 7 മണിയപ്പോൾ ഞങ്ങൾ എണീറ്റ്. അപ്പോൾ 7:30 ആയിട്ടുണ്ടാവും. ഞാൻ രാവിലെ ഒരു 5:30 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റായിരുന്നു, ബിക്കോസ് വിക്കി. അപ്പോൾ അപ്പോൾ നമ്മൾ അതുകൊണ്ട് ട്രിപ്പ് പോവാണ്, വീക്കെൻഡ് ട്രിപ്പ് പോവാണ്. പിന്നെ ശനിയാഴ്ച രാവിലെ നമ്മൾ പോയിട്ട് ഞായറാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചു വരുന്നുള്ള രീതിയിലാണ് പോണേ. അവർ ഓൾറെഡി ഫ്രണ്ടിൽ നടന്നു, ഞാൻ ബാക്കിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കൊച്ചു ഫാമിലി ട്രിപ്പ് പോയിട്ട് വരാം. ചിന്നും മിജോണും വെള്ളിയാഴ്ച ഈവനിങ് തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു, അവരുടെ വർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ട്. ശനിയാഴ്ച രാവിലെ തന്നെ പോകണം എന്നുള്ളത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. മിജോണാണ് എൻ്റെ ട്രിപ്പിൽ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. മിജോണിനൂടെ ജർമ്മൻ ലൈസൻസ് കിട്ടിയതിന് ശേഷം ഫസ്റ്റ് ഡ്രൈവാണ്. ഞാനും ചിന്നും ബാക്കിലാണ് ഇരുന്നത്, കാരണം വിക്കിനെ എൻ്റർടൈൻ ചെയ്യിക്കണമല്ലോ. മിജോൺ നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ജോബി ആശാൻ്റെ കുറേ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ ഇൻ ബിറ്റ്വീൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ജോബി നന്നായിട്ട് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും വേറെ ആര് വണ്ടി ഓടിച്ചു കഴിഞ്ഞാലും ജോബിയുടെ വക കുറേ ഉപദേശങ്ങളും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അത്യാവശ്യം വണ്ടി ഓടിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഈ ഒരു സ്വഭാവം ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഞങ്ങൾ എൻ്റെ ട്രിപ്പിൽ കളിക്കാൻ വേണ്ടിയിട്ട് കാർഡ് ഗെയിംസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഗെയിംസൊക്കെ കളിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ സമയം പോയി തീരായിരുന്നില്ല. ഓൺ ദ വേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു മഗ്ഡിയിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ക്രോസോണ്ടും പിന്നെ കോഫിയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ബാക്കി ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തത്. വിക്കി യൂഷ്വലി ഈ ടൈമിൽ എഴുന്നേൽക്കുന്ന ആളൊന്നുമല്ല. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അവൾ രാവിലെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എഴുന്നേറ്റതാണ്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള അലമ്പൊന്നും ആളുണ്ടായിരുന്നില്ല. ആൾ ഭയങ്കര ചില്ലായിട്ടാണ് എൻ്റെ ട്രിപ്പിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് നിയർലി 3 hours ഡ്രൈവാണ് കാണിക്കുന്നത്. ഏകദേശം 250 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ രാവിലെ തന്നെ ഇറങ്ങിയത് കൊണ്ട് അധികം ബ്ലോക്കും കിട്ടിയില്ല. ഞങ്ങളീ പോകുന്ന വഴിക്ക് അവിടെ എത്താറായപ്പോഴത്തേക്കും ഒരു നൈസ് വാലി കണ്ടു. അപ്പോൾ വാലിയിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയതാണിത്. ഇത് വിക്കിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ജോബി അവളുടെ ഒപ്പം കളിപ്പിക്കണയാണ് ഈ കാണുന്നത്. ഇങ്ങനെ കാണിക്കണ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ട്രിപ്പിൽ നമ്മൾ ഫസ്റ്റ് പോയത് ടൈറ്റൻ RT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിലാണ്. അതിന് വലിയൊരു പാർക്കിംഗ് ഒക്കെ ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ തന്നെ ആയിട്ട് ടിക്കറ്റ് കൗണ്ടറുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് ഇതിൻ്റെ എൻട്രൻസിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇതവിടെ എൻട്രൻസിൽ തന്നെയുള്ളൊരു മെഗാ സിപ്പ് ലൈനാണ്. ഇതിൻ്റെ ടിക്കറ്റും നമ്മൾ അപ്പുറത്തെ എൻട്രൻസിൻ്റെ അവിടെ തന്നെയാണ് എടുക്കേണ്ടത്. കുറേ ആൾക്കാർ ഇതിൻ്റെ കയറി പോകുന്നുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല സ്റ്റീപ്പായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ജർമ്മനിയിലത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഇത് ഹാർസ് മൗണ്ടൻ്റെ ഏറ്റവും ടോപ്പിൽ ബ്രോക്കൻ എന്ന് പറഞ്ഞുള്ള ആ ഒരു പോയിന്റും അപ്പുറത്തെ സൈഡ് താലയും കൂടി കണക്ട് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ഇത് സക്സൺ അൻഹാൾട്ട് ഡിസ്ട്രിക്റ്റിലായിട്ടാണ് വരുന്നത്. ഈ പാലത്തിൻ്റെ ഏകദേശം നടുക്കായിട്ടാണ് സക്സൺ അൻഹാൾട്ടിൻ്റെ ബോർഡർ വരുന്നത്. ഈ സിപ്പ് ലൈൻ സംഭവം അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. അത്യാവശ്യം ഒരു അഡ്രിനാലിൻ റഷൊക്കെ വേണ്ട ആൾക്കാർക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്ന ഒരു അടിപൊളി സാധനമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിന് ഏകദേശം 1000 മീറ്റർ ലെങ്ത്തും 120 മീറ്റർ ഹൈറ്റിലും ആയിട്ടാണ് ഇത് പോകുന്നത്. ഇത് എത്തണത് എൻ്റെ എൻഡ് പോയിന്റ് എവിടെയാണെന്നുള്ളത് പോലും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാരണം അത് അത്യാവശ്യം ഡിസ്റ്റൻസിൽ മാറി നിന്നിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ചിന്നുവിനും മിജോനും ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ എൻഡ് പോയിന്റിലേക്ക് പിന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് പോകേണ്ട വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞങ്ങളത് ട്രൈ ചെയ്യാതിരുന്നത്. എനിക്കും ജോബിക്കും പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളോടൊന്നും തീരെ താല്പര്യമില്ല. ചില ആൾക്കാർ അതിനെ പേടിയെന്നൊക്കെ വിളിക്കും. ഞങ്ങൾക്ക് അതിനെ താല്പര്യമില്ലായ്മ എന്ന് പറയാനാണ് താല്പര്യം.
ഇവിടെ ഞങ്ങൾ മൂന്നുപേരും താഴത്തേക്ക് നോക്കിയിരിക്കുന്നത് ഇതിൻ്റെ നേരെ മിഡ് പോയിന്റിലായിട്ട് തന്നെ ഒരു വലിയ ഒരു ജിഗ സ്വിങ്ങും കൂടെ ഉണ്ട്. എന്നിട്ട് പെൻഡലം പോലെ ആൾക്കാരിങ്ങനെ ആടുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. അതും ഒരു കിടക്കാൻ സാധനമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ പാലത്തേക്കിടെ നടക്കുമ്പോൾ തന്നെ അത്യാവശ്യം പാലത്തിൽ ആൾക്കാരധികം ഉണ്ടായെങ്കിൽ പാലം നല്ല രീതിയിൽ ആടുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, കുട്ടി ഉണ്ടായ പിന്നെ എനിക്ക് അത്യാവശ്യം പേടി കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണേ. കാരണം ഇങ്ങനെ അത്യാവശ്യം ഹൈറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുവരെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമൊക്കെ ആണെങ്കിലും ഒരു ചെറിയായിട്ടൊരു കാൽവെറ എനിക്ക് അനുഭവപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ട്. ഇതാണ് അപ്പോൾ ആ പാലത്തിൻ്റെ മിഡ് പോയിന്റ് ആയിട്ട് വരുന്നത്. ഞങ്ങളിവിടെ ജസ്റ്റ് കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. കാരണം ആ പാലത്തിന് നല്ല ആട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് ഒന്ന് പിടിച്ച് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളവിടെ നിന്നതാണ്. പിന്നെ വിക്കിയും അത്യാവശ്യം ഈ കിൻഡർവാഗിലിരുന്നിട്ട് ഭയങ്കര ക്രാങ്കി ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെയും ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് എടുത്ത് പിടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നത്. പിന്നെ അവിടെ നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് ആ സിപ്ലൈനിക്കടെ ആൾക്കാർ പോകുന്നതും പിന്നെ താഴെ ആ ജിഗ സ്വിങ്ങിൻ്റെ അകത്ത് ആൾക്കാർ സ്വിങ് ചെയ്യണമൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പിന്നെ നിന്നത്. ഇത് താഴേക്ക് ഇറങ്ങാൻ തോന്നുട്ടോ, ഇത് സ്റ്റെപ്പ് ഉണ്ട്. അതെ, ഇവിടെ എന്തോ സംഭവം ഉണ്ടല്ലോ. നൂറ് മീറ്റർ ഹൈറ്റിലിരിക്കുന്ന ഈ പാലത്തിൽ നിന്ന് 75 മീറ്റർ ലെങ്ത്തുള്ള റോപ്പ് വെച്ചിട്ടാണ് ഈ പെൻഡുലം സ്വിങ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഈ പാലത്തിന് ടോട്ടലായിട്ട് 485 മീറ്റർ ലെങ്ത്താണുള്ളത്. ഇത് ജർമ്മനിയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജ് ആണെന്ന് മാത്രമല്ല ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹാങ്ങിങ് ബ്രിഡ്ജും കൂടിയാണ്. ഞങ്ങൾ ആ കയറിയ സമയത്ത് പാൽ നന്നായിട്ട് ആടുന്നുണ്ടായിരുന്നു. പക്ഷേ പകുതിയിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും വലിയ ആട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്താ ആടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആട്ടാൻ ശ്രമിക്കുന്നതാണ് ഈ കാണുന്നത്. പക്ഷേ നാട്ടുകാർ ഞങ്ങളെ ആട്ടിയതല്ലാതെ പാലം ആടുന്നുണ്ടായിരുന്നില്ല. പാലത്തിൻ്റെ എൻഡ് പോയിന്റിലായിട്ട് അവിടെ ഒരു ഫോട്ടോ ബൂത്ത് ഉണ്ട്. അവിടെ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പം അതിൻ്റെ എങ്ങനെയാണ് പ്രവർത്തനം എന്ന് നോക്കി പഠിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിന് മുമ്പത്തെ പ്രാവശ്യം ഞങ്ങൾ ഈ ബ്രിഡ്ജ് കാണാൻ വേണ്ടി വന്നപ്പോഴും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പാലത്തിൻ്റെ ഇങ്ങേറ്റത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വിക്കി ക്രാങ്കി ആവാതിരിക്കാൻ വേണ്ടി അവർക്ക് പാല് കൊടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ പാല് നന്നായിട്ട് ആടുന്ന് കാണാൻ പറ്റും കേട്ടോ. പാലം ഒരു ട്രിപ്പ് ഫുൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ധൈര്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് വിക്കിനെ ഞാൻ കയ്യിലെടുത്തോളാം എന്ന് പറഞ്ഞ് ഞാൻ വിക്കിനെ എടുത്തിട്ടാണ് നടക്കുന്നത്. പക്ഷേ ജോബിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോബി എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു പതുക്കെ പോയാൽ മതി, പിടിച്ചു പോയച്ചാൽ മതി എന്നൊക്കെ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സക്സസ്ഫുള്ളി വിക്കിനെ അങ്ങേയറ്റം വരെ എടുത്തുകൊണ്ട് തന്നെ നടന്നു ഗൈസ്. ഇതാട്ടോ പാലത്തിൻ്റെ എൻട്രൻസ് ആയിട്ട് വരുന്നത്. ഈ പോർഷനിൽ അത്യാവശ്യം പാലത്തിന് നല്ല ഹൈറ്റ് ഉണ്ട്. അത് അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും തിരിച്ചു വന്നപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ പരിപ്പിളകിയിട്ടുണ്ടായിരുന്നു. ഉച്ചയായതുകൊണ്ട് നല്ല വെയിലും ഉണ്ടായിരുന്നു. പിന്നെ നടന്നതിൻ്റെ ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ദാഹം തീർക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ തന്നെയുള്ളൊരു കഫേയിൽ നിന്ന് ഷെയ്ക്കും പിന്നെ ഐസ് ടീം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഡ്രിങ്ക്സൊക്കെ ആയിരുന്നു. പിന്നെ
ചെറുതായിട്ട് വിശപ്പും ദാഹമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയതാണോന്ന് അറിയില്ല. ഇതിനോട് ചേർന്ന് തന്നെ ഒരു കിഡ്സ് പാർക്കും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിക്കീനെ ഇതുപോലെ ഒരു സ്വിങ്ങിലിരുത്തി നാട്ടി നോക്കി. ആദ്യം അവൾക്ക് അത്യാവശ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ കിടക്കാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആള് നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഇപ്പോഴത്തേക്കും വിക്കി 6-ാം തമ്പുരാനിൽ മോഹൻലാലിൻ്റെ സ്റ്റൈലിൽ ഒരു കാലം മറ്റേ കാലിൻ്റെ മേളിലൊക്കെ വെച്ചിട്ടായിരുന്നു സ്വിങ്ങിൽ ആടിക്കൊണ്ടിരുന്നത്. ഇത് വേറൊരു കൊച്ചു സ്വിങ്ങിലിരുന്ന് ആടിയപ്പോൾ വിക്കിയ കൊച്ചിനെ പേടിപ്പിക്കുന്നതും നെക്സ്റ്റ് ടേണിന് വേണ്ടി ഞങ്ങളവിടെ സൈഡിൽ ജ്യൂസൊക്കെ കുടിച്ചിരുന്ന് വെയിറ്റ് ചെയ്യണതുമാണ് കാണുന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് വെർണിഗറോഡയിലേക്കാണ്. അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൻ്റെ ലിസ്റ്റിലുള്ള ജർമ്മനി തന്നെയുള്ള ഒരു ചെറിയ ടൗണാണ്. ഇത് സെഞ്ച്വറീസ് പഴക്കമുള്ള ടൗണാണ്. ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ കണ്ടോ, ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ സ്റ്റൈലിലാണ് ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ പണിതിട്ടുള്ളത്. ഇതിനെ ആക്ച്വലി പറയുന്നത് ഹാഫ് ടിമ്പേർഡ് ഹൗസസ് എന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. അതായത് ഇടയ്ക്ക് ഇങ്ങനെ വുഡ് പാനൽസ് കൊടുത്തിട്ടുള്ള ബിൽഡിങ്സ് ആണ് ഇവിടെ മൊത്തം. ഇവിടെ സ്ട്രീറ്റ്സ് ആണെങ്കിലും അവിടുത്തെ വഴികളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. മൊത്തം കോബിൾ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ കല്ല് പാവിയ പോലത്തെ റോഡുകളാണ് ഈ വഴി മൊത്തം. ഇതിവിടെ നടന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ റോട്ടംബുർഗിൽ പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു വൈബൊക്കെയാണ്. പക്ഷേ എനിക്കെന്ന് മാത്രമല്ല ജോബിക്കും അവിടത്തേക്കാളും ഈ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ ബിൽഡിങ്ങിനും ഏകദേശം ഒരുപോലെയാണ് ഇരിക്കണേ. മാത്രമല്ല പഴക്കത്തിൻ്റെ ആണോ അതോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, മിക്ക ബിൽഡിങ്സിൻ്റെയും, അതായത് ഇപ്പോൾ 2 നില ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് നില ഇങ്ങനെ ജസ്റ്റ് സ്ലാൻഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് മേളത്തെ നില കുറച്ച് സ്ലാൻഡ് ചെയ്തിട്ട് ഒരു എന്താണ് പറയണേ, ഒരു കറക്റ്റ് ഷേപ്പൊന്നും ഇല്ലാണ്ട് ഒരു കോണ എന്നുള്ള രീതിയിൽ വെച്ചിട്ടൊക്കെയാണ് ചില ബിൽഡിങ്സ് ഒക്കെ ഇരിക്കണേ. ഈ ടൗണിൻ്റെ മേളിൽ തന്നെയായിട്ട് ഒരു അടിപൊളി ഒരു പാലസും കൂടെ ഉണ്ട്. നമ്മളവിടെ ലേറ്റർ ഓൺ ഈവനിങ് പോകാമെന്നാണ് വിചാരിക്കണേ. ഈ ടൗണിൻ്റെ ഉള്ളിൽ റെസിഡൻസിന് മാത്രമാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള പെർമിഷനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് ഞങ്ങൾ നടന്നാണ് ഈ ടൗൺ മൊത്തം എക്സ്പ്ലോർ ചെയ്തത്. ആപ്പിള് മരത്തിൽ എന്തോ ഒരു ആപ്പിളാ 2-3 കിട്ടുവായിരുന്നെങ്കിൽ നല്ല അച്ചാറിടാമായിരുന്നു. ഒരാത്മകഥം പറഞ്ഞ് എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് വ്ളോഗ് പറയാൻ പാടില്ലേ, സന്തോഷ് ജോർജ് കുളങ്ങരേനെ കണ്ടു പഠിക്കുന്ന അറിഞ്ഞുകൊണ്ട് ബാക്കിൽ നിന്ന് ഉപദേശിക്കുകയായിരുന്നു ജോബി. എല്ലാ വീട്ടിലും വുഡ് പാനൽ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് തടി തന്നെയല്ല. ഈ വീട്ടിലൊക്കെ ആക്ച്വലി ആ ഒരു ഇത് ജസ്റ്റ് സിമെൻറ്റിൽ തന്നെ പെയിൻ്റ് അടിച്ചിട്ടേ ഉള്ളൂ. അത് ഞാൻ ജസ്റ്റ് തട്ടി നോക്കണതാണിത്. എന്തോ ഭാഗ്യത്തിന് വീട്ടിലൊന്നും ആൾക്കാരില്ല എന്ന് തോന്നണു. അല്ലായിരുന്നെങ്കിൽ അവർ എനിക്ക് വല്ല തല്ലും വെച്ച് തന്നേനെന്നാണ് എനിക്ക് തോന്നണത്. ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഒരു ഒതൻറ്റിക് ജർമ്മൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ലഞ്ച് ടിപ്പിക്കൽ ജർമ്മൻ ഡിഷസ് ആയിരുന്നു. അവിടെ പുറത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞങ്ങൾക്ക് ഒരു ചെറിയ സ്പേസാണ് കിട്ടിയത്. പിന്നെ വിക്കി കിൻഡർ വാഗനിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്കൊരു ബിഗർ സ്പേസിലേക്ക് ഞങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്ത് കിട്ടി. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ വിക്കിക്ക് അവക്കടെ സോളിഡ്സും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. വിക്കിക്ക് സോളിഡ്സ് കൊടുക്കുക എന്ന് പറയുന്നത് 2 ആൾക്കാരുടെ പണിയാണ്. ഇപ്പോൾ കൊടുക്കാൻ നേരത്ത് പിന്നെ ചിന്നും മിജോണും എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് കളിപ്പിച്ച് ഞങ്ങൾ ഒരുവിധം അത് കഴിപ്പിച്ചു. ഞങ്ങൾ 4 പേരും 4 ടൈപ്പ് ജർമ്മൻ ഡിഷസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവസാനം ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വിക്കിനെയും കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഡ്രിങ്ക്സ് കുടിക്കാനാണെങ്കിൽ ഇപ്പം നല്ല പാടാണ്. അവളെല്ലാത്തിലിട്ട് കൈയിട്ട് വരും. അല്ലെങ്കിൽ ഗ്ലാസ് പിടിക്കാൻ വേണ്ടി നോക്കും, അത് കുടിക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ ഒരു നല്ല പണിയാണ് അവളെയും വെച്ചിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത്. അത് കൂടുതലും ജോബ് തന്നെയാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമില്ല. ഇപ്പം ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ വിക്കിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ അവക്കടെ കംഫർട്ടും അവൾ ഓക്കെ ആണോ എന്നുള്ളതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ പ്രയോറിറ്റി ആയിട്ട് വരുന്നത്. പക്ഷേ ചിന്നും മിജോണും ഉള്ളതുകൊണ്ട് അവളെ ഒന്ന് മാറിയെടുക്കാനും അല്ലെങ്കിൽ അവക്കടെ കാര്യമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈക്വലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ആക്ച്വലി ട്രിപ്പ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വളരെ നല്ലൊരു സോഴ്സായിരുന്നു.
ഞങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് ഉദ്ദേശിച്ചത്. വീക്കെൻഡല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് സിബ്ലിങ്സിന് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ഗെറ്റ് അവേ പോലെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെയും അതുപോലെ തന്നെ ചിന്നുവിൻ്റെയും മിജുവിൻ്റെയും കല്യാണം നിയർലി സെയിം സമയത്ത് തന്നെയായിരുന്നു. ഫ്യൂ ഡേയ്സിൻ്റെ ഗ്യാപ്പിലായിരുന്നു. അപ്പോൾ ആ കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഒരുമിച്ചൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു 4 വർഷം കഴിഞ്ഞു. അത് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ട്രിപ്പ് പോയിട്ടില്ല. പിന്നെ പോയത് കസിൻസിൻ്റെയും എല്ലാവരുടെയും ഒപ്പം ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് ഈ 2 കപ്പിൾ മാത്രമായിട്ട് ട്രിപ്പൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾക്ക് 2 ടീംസിനും ഇങ്ങനെ ഒരു ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. അതൊരു നല്ല ഗെറ്റവേ ആയിരുന്നു. ഈ ടൗൺ ആണെങ്കിലും ചുമ്മാ ഇങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. പിന്നെ അധികം ഹെക്റ്റിക്കൊന്നുമല്ല. പിന്നെ ആർക്കിടെക്ചറും എല്ലാം നല്ലൊരു ചേഞ്ച് ഉണ്ടായിരുന്നു ബെർലിനിലേക്കാളും അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് പോയിരിക്കുന്ന ബാക്കി ടൗൺസിനേക്കാളും അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റിയും ഹെറിറ്റേജും ഒക്കെ നന്നായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു ക്ലാസ്സും ഭംഗിയും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഫൗണ്ടൻ്റെ അകത്ത് എല്ലാവരും കുട്ടികളും വന്ന് കയ്യൊക്കെ കഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ വിക്കിയുടെ ക്യൂരിയോസിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ വെള്ളത്തിൻ്റെ അവിടെ പിടിച്ചത്. അവൾക്ക് വെള്ളം അല്ലെങ്കിലേ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൽ കളിക്കുന്നത് ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. ഇതിങ്ങനെ ഞങ്ങൾ കുറേ നേരം നടന്ന് കണ്ടു കേട്ടോ. നിയർലി അത്യാവശ്യം സന്ധ്യയാവണതിന് തൊട്ട് മുമ്പാണ് ഞങ്ങൾ മറ്റേ ആ ഒരു കാസിൽ പോലത്തെ ഒരു ഇതിലേക്ക് പോയത്. അതുവരെ ഞങ്ങൾ ഇതിവിടെ ഫുൾ നടന്ന് കണ്ടു. ലിറ്ററലി 2-3 പ്രാവശ്യം ഇത് ഫുള്ളൊന്ന് റൗണ്ട് അടിച്ച് മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്തായിരുന്നു ഞങ്ങൾ. പിന്നെ നല്ലൊരു പീസ്ഫുൾ ലൊക്കേഷനായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം അധികം ക്രൗഡൊന്നുമില്ലോ. ഈവൻ ദോ വീക്കെൻഡ് ആണെങ്കിലും ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത്യാവശ്യം കുറേ ടൂറിസ്റ്റൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബഹളം, കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ സിറ്റുവേഷൻസ് ആയിരുന്നെങ്കിലും ഉണ്ടായിരുന്നില്ല. അല്ല ഇങ്ങോട്ട് ചരിഞ്ഞല്ലേന്ന് ഈ ടൗൺ ഫുൾ നടക്കാതെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണിത്. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കയറണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ടൈം കഴിഞ്ഞു പോയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക്. നമ്മളിപ്പോൾ വെർണിഗറോടെ എന്ന് പറയുന്ന ആ സിറ്റിയുടെ നടുക്കാണ് നിൽക്കുന്നത്. അമ്പരചുംബികളായ കെട്ടിടങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ചെരിഞ്ഞ് ഇപ്പം ചാടാൻ വേണ്ടി നിൽക്കുന്ന ഒരു പഴയ കെട്ടിടമാണ് ഇതേ കാണുന്നത്. അവിടെ മ്യൂസിയം ഷീഫസ് ഹൗസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പൂക്കൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ക്ലോക്കും ഉണ്ട്. മനോഹരമായിട്ടില്ലേ? എൻ്റെ ആ ഡയലോഗിന് ശേഷം ഒരു 1/2 മണിക്കൂറത്തേക്ക് എനിക്ക് ചെവിതല തന്നിട്ടില്ല ജോബി. കാരണം ഞാൻ ആ പറഞ്ഞത് വളരെ ബോറായിരുന്നു എന്നും അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേഷൻ ആകുമ്പോൾ കുറച്ചൊക്കെ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് വീഡിയോ എടുക്കുമ്പോൾ പറയണം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അവിടെ ഇരുന്നുകൊണ്ട് എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാൻ പോയില്ല, എല്ലാം കേട്ട് തന്നു. ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു വാട്ടർഫോൾ അല്ല, ഒരു ഫൗണ്ടൻ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അകത്തേക്കുള്ള ലൈറ്റിന് ഒരു ഷിമറി ലൈറ്റ് പോലത്തെ ഒരു സെറ്റപ്പാണ് വന്നിരിക്കുക. അപ്പോൾ രാത്രി അത് കാണാൻ അടിപൊളിയായിരിക്കും. പിന്നെ വിക്കിക്കാണെങ്കിൽ ആ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായി. അവിടെ കണ്ട ഒരു ഡോളാണിത്. അന്നത്തെ ദിവസം മൊത്തത്തിൽ ചിന്നു പല പ്രാവശ്യമായിട്ട് അന്നാബെലിൻ്റെ കാര്യവും ഇങ്ങനത്തെ ഡോളിൻ്റെ കാര്യമൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ചിന്നുവിന് പിന്നെ ഇങ്ങനത്തെ പ്രേതങ്ങളെയൊന്നും പേടിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ഇങ്ങനത്തെ പ്രേതങ്ങളെയും പാവേനെയൊക്കെ നല്ല പേടിയാണ്. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ മേക്കപ്പൊക്കെ പോയി, പിന്നെ നടന്നതിൻ്റേതായിട്ട് ചെറിയ ക്ഷീണങ്ങളൊക്കെ എൻ്റെ മുഖത്തുണ്ട്. പിന്നെ തലേദിവസം നമ്മൾ ഉറക്കം ശരിയായിട്ടില്ലല്ലോ, കാരണം മിക്കുള്ളതുകൊണ്ട് നേരത്തെ തന്നെ എണീക്കേണ്ട വന്നു. ലേറ്റായിട്ടാണ് കിടന്നുറങ്ങിയത്. അങ്ങനെ പല പല റീസൺ കാരണം. പക്ഷേ ഈ ടൗണിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ഭംഗിയും കാര്യങ്ങളും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താണ് പറയണേ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ ഡിസ്കസ്സും ചെയ്തല്ലോ ഭയങ്കര ടയർഡാണെന്നുള്ള ഇതിൽ വി കുഡ് വാക്ക്. ഇങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രതിമകളില്ലേ യൂറോപ്പിലെ അക്രോസ് ഉള്ള ഈ പ്രതിമകളുടെ ഒക്കെ ആൾക്കാർ എവിടെ കറക്റ്റായിട്ട് തൊടണേന്നുള്ളത് അതിൻ്റെ കളർ ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. തൊടുന്നത് എവിടെയാണെന്നുള്ള കളർ ഡിഫറൻസ് ആണ് മനസ്സിലാവും. ഇവിടെ കണ്ടോ, നിപ്പിളിന്റെ അവിടെ കണ്ടോ, മറ്റേ ഇവിടെ കണ്ടോ, അങ്ങനെ അവിടെയാണ് കറക്റ്റ് ആൾക്കാർ വന്ന് തൊടുന്നത്. എല്ലാ ആൾക്കാരും നമ്മുടെ നാട്ടിലാണ് ഈ ചെടിയൊക്കെ ഉറപ്പായിട്ടും. നമ്മുടെ നാട്ടിൽ പാമ്പ് കയറൂല.
വിടില്ല. കാമപിശാചി. ഇനി ഈ ടോപ്പിൽ കാണുന്ന കാസിലിൻ്റെ അകത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോഴത്തേക്ക് ഏകദേശം ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു, സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. ഇത് വെർണിഗറുടെ കാസിലാണ്. നമ്മൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് പോകാൻ പോണേ. അപ്പോൾ നമ്മളിതിൻ്റെ പാർക്കിങ്ങിലേക്ക് നടക്കുന്നതാണ് കേട്ടോ. ഞങ്ങളിവിടെ കണ്ട ഒരു നൈസ് വൈൻ ഗാർഡനാണിത്. ഇവിടെ ഇവരുടെ ആ ഒരു വൈൻ ഗാർഡൻ്റെ അകത്ത് തന്നെ അത്യാവശ്യം കുറച്ച് വൈൻസും കുറേ മുന്തിരികളൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ളൊരു ഒരു ഗാർഡൻ സ്പോട്ടാണ്. അതിൻ്റെ അകത്തിരുന്ന് കുറേ ആൾക്കാർ വൈനൊക്കെ കുടിക്കുന്നുണ്ട്. നല്ല രസമുള്ളൊരു സ്ഥലമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തായിരുന്നു. ഞാൻ അതിൻ്റെ അകത്ത് കയറി ജസ്റ്റ് ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അകത്ത് കയറി വീഡിയോസൊക്കെ എടുത്താണ്. പിന്നെ കുറേ വൈനുകളൊക്കെ അതിൻ്റെ തിരിക്കുന്നുണ്ടായിരുന്നു. അത് നല്ലൊരു സ്പോട്ടായിരുന്നു കേട്ടോ. ഇതാണ് വെർണിഗറുടെ കാസിൽ. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് അവിടുത്തെ റെസിഡൻസിന് മാത്രം പാർക്ക് ചെയ്യാവുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തത്. കാരണം ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കേണ്ടായില്ല. അതിൻ്റെ ഓപ്പണിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പെട്ടെന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് വന്നത്. ഇതിനോട് ചേർന്നിട്ട് തന്നെ കുറേ ഫെറിയൻ മോർണിംഗും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ എൻ്റയർ വെർണിഗറോഡിൻ്റെ കുറേ അപ്പാർട്ട്മെൻറ്റ്സ് ഇങ്ങനെ ഫെറിയൻ മോർണിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ലൊക്കേഷനാണ്. ഇവിടെ ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു അടിപൊളി ഒരു സൺസെറ്റ് വ്യൂ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. അവിടെ ഇങ്ങനെ നിന്ന് കുറേ നേരം നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല വൈബായിരുന്നു. കുറേ ആൾക്കാരും അതുപോലെ തന്നെ അവിടെ വന്ന് നിന്ന് ആ ഒരു മൊമെൻറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു. അവിടെ നിന്നുകൊണ്ട് ഞങ്ങളവിടെ നിന്ന സമയത്ത് ആക്ച്വലി സൺസെറ്റാണ്, പക്ഷേ സണ്ണിങ്ങനെ ക്ലൗഡ്സിൻ്റെ അകത്തേക്ക് പോകുന്നൊരു മൊമെൻ്റാണ്. അതൊരു ഭയങ്കര മാജിക്കൽ മൊമെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ മാത്രമല്ല, അവിടെ കുറേ ആൾക്കാർ ആക്ച്വലി ആ ക്ലൗഡിൻ്റെ അകത്ത് നിന്ന് സൺ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു. അത് ആ ഒരു എൻ്റെ ട്രിപ്പിൽ തന്നെ ഒരു ഭയങ്കര പീസ്ഫുൾ മൊമെൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ്. ഈ കാസിൽ ഒരു മലയുടെ മണ്ടയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ കാസിലിൻ്റെ ഏരിയയിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എൻ്റയർ വെർണിഗറോടെ കാണാനായിട്ട് പറ്റും. അവിടെ നിന്നിട്ട് അത് എസ്പെഷ്യലി ഈ ഒരു സൺസെറ്റിൻ്റെ സമയത്ത് നമ്മളെന്താ പറയണേ, ഈ സൂര്യശോഭയിൽ നിൽക്കുകയെന്നോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഗോൾഡൻ വൈബിൽ നിൽക്കത്തില്ലേ, അങ്ങനെ ഈ ഒരു ടൗൺ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര പീസ്ഫുള്ളായിട്ട് തോന്നി. ഭയങ്കര ഒരു പിക്ചറസ്ക് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് അതെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അത് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും അല്ലാണ്ട് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ കുറച്ച് ആൾക്കാരും കൂടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നല്ല രീതിയിൽ ടയേർഡായി. നടത്തവും ട്രാവലും പിന്നെ ഉറക്കക്ഷീണവും എല്ലാവരുടെ കൂടെ ആയിട്ട് അത്യാവശ്യം നല്ല ടയേർഡായി. ഞങ്ങൾ നേരെ അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോയി. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലാവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.